പിന്നീട് അദ്ദേഹം നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട മറ്റൊരു സുന്നത്ത് പറയുന്ന ഒരു ഹദീസ് പറയാണ്. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഫ്തറ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ നോമ്പ് തുറക്കുമ്പോൾ ഫൽയുഫ്തിർ അലാ തംർ, അവൻ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കട്ടെ. ഫൈൻ ലം യജിദ്, ഈത്തപ്പഴം കിട്ടിയില്ല, ഫൽയുഫ്തിർ അലാ മാഇൻ ഫൈന്നഹു തഹൂർ, അവൻ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കട്ടെ, അത് ശുദ്ധിയുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ചില ഹദീസുകളിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും, അവന് ഈത്തപ്പഴം കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ കാരക്ക ഉപയോഗിക്കാം. ഈത്തപ്പഴമാണ് നല്ലത്, റുത്തബാണ് നല്ലത്, സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഏറ്റവും നല്ലത്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവന് ഉണക്ക കാരക്ക ഉപയോഗിക്കാം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവന് വെള്ളം ഉപയോഗിക്കാം. ഇത് മൂന്നുമാണ്. ഇതൊരിക്കലും നിബന്ധനയാണെന്നോ അല്ലെങ്കിൽ നിർബന്ധമാണെന്നോ എന്നല്ല. നോമ്പ് തുറക്കണമെങ്കിൽ അങ്ങനെ ഈത്തപ്പഴം ഉണ്ടെങ്കിലേ ശരിയാവൂ എന്നില്ല, അല്ലെങ്കിൽ നിർബന്ധമാണ് ഒരാൾ ഈത്തപ്പഴം ഉണ്ടായിട്ട് വേറെ എന്തെങ്കിലും കഴിച്ച കുറ്റം കിട്ടും, അങ്ങനെയുമില്ല. മറിച്ച് സഹോദരങ്ങളെ, ഇത് ഒരു അഫ്ളലിയത്താണ്, ശ്രേഷ്ഠതയാണ്. ഈത്തപ്പഴത്തിനാണ് ഒരുപാട് ഹൈറുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടുന്ന് ഈത്തപ്പഴം കൊണ്ട് തുറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഈത്തപ്പഴം ഒരാൾ ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് കുറ്റമൊന്നും കിട്ടുന്നില്ല. ഒരാൾ സമൂസ കൊണ്ട് നോമ്പ് തുറന്ന കുറ്റം കണ്ടോ? ഇല്ല. ജ്യൂസ് കുടിച്ചിട്ട് നോമ്പ് തുറന്ന കുറ്റമൊന്നുമില്ല. പക്ഷെ ഈത്തപ്പഴം ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് ഒരാൾക്ക് അഫ്ളൽ, അതാണ് ഒരാൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ വെള്ളം കുടിക്കുക, പച്ചവെള്ളം കുടിക്കുക, അത് സഹോദരങ്ങളെ സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക.